ഡോക്ടർ ബി ജയരാജ്, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വഖഫ് അധിനിവേശത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ്. പ്രത്യേകിച്ചും മുനമ്പം. ആ വിഷയത്തിൽ അവിടുത്തെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പലവട്ടം ആവശ്യപ്പെട്ടു, ഇടത് വലത് മുന്നണികൾ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയൂ, മുനമ്പത്തുകാർ അവിടെ നിന്ന് ഇറങ്ങണോ, അവിടെ നിൽക്കണോ, നിങ്ങളൊരു അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതികരണവും ഇരു മുന്നണികളിൽ നിന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് സർക്കാരിനെ നയിക്കുന്ന LDF അത്തരത്തിൽ ഒരക്ഷരം മിണ്ടാൻ പോലും തയ്യാറായില്ല. ഒരു പ്രഹസന ചർച്ച വിളിച്ചു. ആ ചർച്ചയിലും ഒരു തരത്തിലുള്ള തീരുമാനവുമായില്ല. മുനമ്പംകാർക്കൊപ്പമല്ല ഇടത് വലത് മുന്നണികൾ എന്ന് വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷ ഈ ഘട്ടത്തിൽ വച്ചു പുലർത്താനാകും? ഒരു കാര്യം നീലിമ മനസ്സിലാക്കേണ്ടത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായിരുന്നില്ല മുനമ്പം എന്നുള്ളതാണ്. മുനമ്പം മാത്രമായിരുന്നില്ല അവിടുത്തെ വിഷയം. അവിടുത്തെ പ്രാദേശിക വികസന വിഷയങ്ങൾ, അവിടുത്തെ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ വിഷയങ്ങൾ, അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച ഷാഫി പറമ്പിൻ്റെ വികസന വിഷയങ്ങൾ, ഇതെല്ലാം തന്നെയാണ് പ്രധാനമായിട്ടും അവിടെ ചർച്ചയായത്. മുനമ്പം വിഷയത്തിൽ ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഒരു കാര്യം അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വരുന്ന 29-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ മുനമ്പം വിഷയത്തിന് ഒരു തീരുമാനം ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. കേരളം അത് കണ്ടിട്ടുള്ളതാണ്. കേരളത്തിൽ ആകെപ്പാടെ ഭൂമി നഷ്ടമായവർക്ക് ഭൂമി കൊടുത്തത് EMS ഗവൺമെൻറ്റിൻ്റെ ഭൂപരിഷ്കരണ നിയമമാണ്. അത് KR ഗൗരിയമ്മ നടപ്പിലാക്കിയതാണ്. അത് രണ്ടാം ഭൂപരിഷ്കരണ നിയമം എന്തുകൊണ്ട് നടപ്പിലാക്കി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് അല്ലാതെ ഇവിടെ വേറെ ആർക്കും 1 ഇഞ്ച് ഭൂമി പോലും കൊടുത്തിട്ടില്ല. അത് വാസ്തവം തന്നെയാണ്. ആരും ഒരു മുതലാളിയുടെയും ഒരു എസ്റ്റേറ്റും പിടിച്ചെടുത്ത് കൊടുത്തിട്ടില്ല. മാറി മാറി ഒരുപാട് സർക്കാരുകൾ വന്നു. അവരിൽ ഒരു ഘടകകക്ഷിയോ ഒരു മുന്നണിയോ, പ്രത്യേകിച്ച് UDF BJP പിന്നെ ഇപ്പോൾ പ്രസക്തമല്ലല്ലോ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്കും നൽകാനായിട്ടില്ല. പക്ഷെ ചെയ്തിട്ടുള്ളത് ഇടതുമുന്നണി ഗവൺമെന്റാണ്. ഇടതുമുന്നണി ഗവൺമെന്റ് മുൻപ് വിഷയത്തിൽ നിങ്ങൾക്കൊപ്പം തന്നെ ഏതാണ്ട് അടുത്ത അവസ്ഥയിൽ BJP നിൽക്കുന്നുണ്ട്. അതൊക്കെ മറന്നു പോകരുത്. അങ്ങനെ BJP അപ്രസക്തമാണ്, അങ്ങ് എഴുതി തള്ളാൻ വരട്ടെ. ആ കാലമൊക്കെ കടന്നുപോയി ശ്രീ ബി ജയരാജ്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. BJP സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഇലക്ഷൻ വരുന്നുണ്ട്, UDFുമായിട്ട് വോട്ട് കച്ചവടം നടത്തിയിട്ട് UDFന് വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നതായിരുന്നു കരുണാകരൻ്റെ കാലം തൊട്ട് തുടങ്ങി വന്നിരുന്ന ഒരു പ്രവർത്തന രീതി. ഇപ്പോഴാണ് BJPക്കാർക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയത്. BJPക്കാർ എന്ന് BJPക്കാർക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയോ അന്ന് ഇടതുപക്ഷം തുടർ ഭരണത്തിൽ വരാൻ തുടങ്ങി. ജയരാജ് സാറേ, അതാണ് യാതൊരു സംശയം വേണ്ട. BJPക്കാർക്ക് തന്നെ വോട്ട് ചെയ്യണം. വോട്ട് മറിച്ച് കൊടുക്കാതിരുന്നാൽ മതി. സരിൻ തന്നെ പറയുന്നത് CPM-കാര് കഴിഞ്ഞോടെ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോവാതെ BJPക്കാർ വോട്ട് ചെയ്ത് തുടങ്ങിയെന്നുണ്ടെങ്കിൽ അതോടുകൂടി CPM-കാർ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്ത് തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കണം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തു വെച്ചിട്ട് മൊത്തത്തിൽ ജനറൽ ആയിട്ടുള്ള കഴിഞ്ഞ കുറെ വർഷത്തെ ചരിത്രം എടുക്കൂ. യുവരാജൊക്കെ എന്നാണ് രാഷ്ട്രീയം കാണാൻ തുടങ്ങിയത്? യുവരാജ് പഴയ കാലങ്ങൾ എടുത്ത് പരിശോധിക്കൂ. യുവരാജ് ചരിത്രം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സംസാരിക്കൂ. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്തു വെച്ചിട്ട് കാര്യം സംസാരിക്കാതെ മുഴുവൻ കാര്യങ്ങൾ എടുത്ത് PP മുകുന്ദനെ കുറിച്ച് പഠിക്കൂ. PP മുകുന്ദൻ ഇവിടെ എന്തെല്ലാം ചെയ്തെന്നുള്ളതിനെ കുറിച്ച് പഠിക്കൂ. എങ്ങനെയാണ് BJP കോൺഗ്രസിന് വോട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അല്ല പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് ഞാൻ പറയേണ്ടത്. BJP സംബന്ധിച്ച കാര്യം പറയുമ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലെ കാര്യം ഞാൻ പറയണ്ടേ, അല്ലാണ്ട് 1960, 70, 80 കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. BJP 2 തവണ വന്നിട്ടുള്ളൂ. RSS അതിനു മുമ്പ് ശക്തമായിരുന്നല്ലോ. യുവരാജ് ഗോകുൽ RSSന്റെ വോട്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹനുമാൻ സേന എല്ലാം ഞങ്ങൾ ഒരുപോലെ തന്നെ കാണുന്നുള്ളൂ. അതിനകത്ത് BJP അതിനൊരു ജനാധിപത്യ മോഹനോ RSSന് വേറൊരു മോഹനോ ബജരംഗ ദളിന് വേറൊരു മോഹനോ നമ്മൾ കാണുന്നില്ല. RSSന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. RSS ആണ് സ്ഥിരമായി PP മുകുന്ദന്റെ നേതൃത്വത്തിൽ. അതിന് കൂടുതൽ എന്തിനാ പറയുന്നത്?
അത് രാമപിള്ള സാറിന്റെ അടുത്ത് എന്ന് ചോദിക്കൂ, അദ്ദേഹം പറഞ്ഞു അയ്യോ സാറേ, രാമപിള്ള സാറിന്റെ കാലത്ത് രാമപിള്ള സാർ പറഞ്ഞു മുമ്പോട്ട് ഡീറ്റെയിൽ സമയം ഇപ്പോഴത്തെ കാര്യം അദ്ദേഹമായിട്ട് പോയിരുന്നു സംസാരിക്കും, അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഈ കഥകളെല്ലാം. സാറേ നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം പറയുന്നേ, രാമപിള്ള സാറിന്റെ ഇപ്പോഴത്തെ കാര്യമല്ലേ പറഞ്ഞത്, ഇപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പി സരിൻ അവിടെ ജയിച്ചു വരും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ബി ജെ പി വോട്ട് ചെയ്യുകയാണെങ്കിൽ സി പി എം വോട്ട് ചെയ്യോ? സി പി എമ്മുകാർക്ക് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ. സരിൻ തന്നെയല്ലേ പറഞ്ഞത് സി പി എം കോൺഗ്രസിനാണ് വോട്ട് ചെയ്തതെന്ന്? നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെയാണ് പറയുന്നത് സി പി എം കോൺഗ്രസിനാണ് വോട്ട് ചെയ്തതെന്ന്. മതേതര വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തെന്നാണ് പറഞ്ഞത് സരിൻ, അല്ലാതെ സി പി എംകാർ വോട്ട് ചെയ്തെന്നൊന്നും അല്ല പറഞ്ഞത്. മതേതര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എംകാർ മാത്രമേ ഉള്ളൂ. മതേതരമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് അധികം ആളുകളുണ്ട്. മതേതര വോട്ടുകൾ അങ്ങോട്ട് പോയി എന്നാണ് പറഞ്ഞത്, അല്ലാതെ സി പി എംകാര് വോട്ട് ചെയ്തെന്നല്ല പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ കൂട്ടി വായിക്കാതെ മതേതര വോട്ടുകൾ തന്നെയാണ് പറഞ്ഞത്. അതെന്താ? അല്ല, അപ്പൊ മതേതര വോട്ട് എന്താ സി പി എമ്മിന് കിട്ടാതിരുന്നേ? മതേതര വോട്ട് സി പി എമ്മിന് വേണ്ടേ? മതേതര വോട്ട് രണ്ട് സെക്യുലർ പാർട്ടികളാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. ഒന്ന് കോൺഗ്രസ്, ഒന്ന് എൽ ഡി എഫും. ബി ജെ പി അല്ലേ ഉള്ളൂ അതിനകത്ത് സെക്യുലർ ആണെന്ന് അവർ പറയുന്നില്ലല്ലോ. കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്, സി പി എം അവകാശപ്പെടുന്നുണ്ട് മതേതരാണെന്ന്. മറ്റവര് വർഗീയമായിട്ട് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്തുവാ? വഖഫിൽ വിഷയം ഉണ്ടാക്കുന്നതാണ്. പാലക്കാട്ടെ വിഷയങ്ങളല്ല, മുനമ്പത്തെ വിഷയമാണ് അവിടെ പ്രശ്നം. അതും പറഞ്ഞ അയ്യപ്പനും ബാബരും കളിക്കാൻ നടന്നവരാണ് ബി ജെ പി. അയ്യപ്പനും ബാബരും ഭൂതഗണമായിട്ട് വിഷയമാണ് ബി ജെ പി കാരൻ. അതാണ് ബി ജെ പി കാരന്റെ സംസ്കാരം. അതാണ് ബി ജെ പി കാരന്റെ സംസ്കാരം പാലക്കാട് കണ്ടത്. അവിടെ നിന്നുകൊണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ, വർഗീയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ബി ജെ പി ആണ്. എഴുതി കൊടുത്തത് നിങ്ങളുടെ രാഷ്ട്രീയ വിഷയം വർഗീയതയാണ്. തീരുമാനം ഉണ്ടാക്കാൻ പറയും. മറ്റ് ഗസ്റ്റുകൾ ഇവിടെ ഉണ്ട്, അവർക്ക് സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ